ഒരു അബ്ദുറഹ്മാൻ എണ്ണത്താണി മുസ്ലിം ലീഗ് നേതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങ് ജമാഅത്തെ ഇസ്ലാമി മുൻ അമീറിന്റെ പ്രസംഗം ശ്രദ്ധിച്ചു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്ന് മാത്രമല്ല, അത് സംബന്ധിച്ചുള്ള ചർച്ചകളിൽ ഇപ്പോൾ കെ അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു, BJPക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് UDFും പ്രതിപക്ഷ നേതാവുമെല്ലാം ഇങ്ങനെ ഒരു പിന്തുണ ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും ഒക്കെ നൽകുന്നതെന്ന്. അങ്ങ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ്. അങ്ങേക്ക് ഇത് മറുപടി പറയുന്നതിനകത്ത് അതിൻ്റെ രീതി ഉണ്ടാകും. വെൽഫെയർ പാർട്ടി മറുപടി പറയട്ടെ എന്നുള്ള തരത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലേക്ക് ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല, കേരളത്തിൻ്റെയും ദേശീയ രാഷ്ട്രീയത്തിൻ്റെയും ചരിത്രത്തിലേക്ക് ഇത്തരം ചില പ്രസ്താവനകൾ നടത്തുന്നവരുമായി ഉണ്ടാകുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ബന്ധങ്ങൾ ഏത് തരത്തിലായിരിക്കും നമ്മുടെ പൊതുരാഷ്ട്രീയത്തെ ബാധിക്കുക? അല്ല, അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഒരിക്കലും തന്നെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ സംഘടനയോ അംഗങ്ങളല്ല. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അവർ വോട്ട് ചെയ്യുന്നു എന്നവർ പറഞ്ഞാൽ അത് ഞങ്ങൾ പിന്തുണക്കുന്ന വോട്ട് എന്തുകൊണ്ട് നൽകുന്നു എന്ന് മറുപടി പറയാൻ അവരാണ് ബാധ്യസ്ഥർ. എന്നാൽ അതേ സമയത്ത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ LDF നടത്തിയ ബന്ധങ്ങൾ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുകയും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശാവഹം, അവരുടെ പിൻബലത്തെ ആശാവഹം എന്ന് പറഞ്ഞുകൊണ്ട് ആ പിന്തുണയെ സ്വാഗതം ചെയ്തുകൊണ്ട് ദേശാഭിമാനിയിൽ മുഖപ്രസംഗം എഴുതുകയും ചെയ്തതൊന്നും ആരും മറക്കരുത്. ഞങ്ങൾ പറയുന്നത്, അവരെ പിന്തുണക്കുന്ന സമയത്ത് ഒരു രീതിയും ഈ UDFനെ പിന്തുണക്കുമ്പോൾ അതിന് മറ്റൊരു അസാഹചര്യവും കാണുക എന്നത് ഒരിക്കലും ശരിയല്ല. അതിനെ ഒരു പിന്തുണ നൽകിയത് കഴിഞ്ഞ കാലങ്ങളിൽ ആ പിന്തുണ സ്വീകരിച്ച്. എന്റെ ചോദ്യം അതല്ല ശ്രീ രണ്ടത്താണി, അതായത് ഞങ്ങളിത് ചെയ്യുന്നു, മുമ്പ് അവരും ചെയ്തിട്ടില്ലേ എന്നുള്ള മറുപടിക്ക് അപ്പുറത്തേക്ക് മതേതരത്വവും ജനാധിപത്യവും എല്ലാം നമ്മൾ വെറും പദം കൊണ്ട് മാത്രം കളിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള ഒരു മുൻ അമീറിന്റെ പ്രസ്താവന വരുമ്പോൾ ആ നിലപാടിൽ നിന്ന് വെൽഫെയർ പാർട്ടിയോ ജമാഅത്തെ ഇസ്ലാമിയോ മാറിയിട്ടുണ്ടോ? അതന്വേഷിച്ചതിന് ശേഷമാണോ ഇപ്പം അത്തരമൊരു നീക്കം, ഒരു പിന്തുണ സ്വീകരിക്കുന്നത്? എനിക്കറിയാം UDFന്റെ ഘടകകക്ഷിയൊന്നുമല്ല വെൽഫെയർ പാർട്ടി എന്നുള്ളത്. എന്നാൽ ഇത്തരം ഒരു ദേശീയ രാഷ്ട്രീയ തലത്തിലേക്ക് RSSന് വളം വെച്ചു കൊടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ, അതായത് CPM ആരോപിക്കുമ്പോൾ UDF ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കൾ, UDFിലെ ഘടകകക്ഷി നേതാക്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, കേരളത്തിലെ ജനങ്ങള് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി അമീറിന്റെ പ്രസ്താവനയ്ക്കല്ല വോട്ട് രേഖപ്പെടുത്തുന്നത്. 9 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുമുന്നണി ഗവൺമെന്റിന്റെ വികലമായ നയങ്ങൾക്കെതിരെത്തായിട്ടാണ്. ഞങ്ങൾ രാഷ്ട്രീയമായ വിഷയം ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ നാട് അനുഭവിക്കുന്ന ഗുരുതരമായ വിഷയങ്ങളെ കുറിച്ച് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോർ അനുവദിച്ചപ്പോൾ ഇവിടെ സഞ്ചരിക്കുന്ന മദ്യഷാപ്പുകൾ തുറന്ന്, ആയിരക്കണക്കിന് ബാറുകൾ തുറന്ന് കേരളത്തിലെ ഒരു ഗവൺമെന്റിനെതിരെയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പോലെ ഒരു സംഘടനയെ കുറിച്ച് പരാമർശിക്കാതെ അങ്ങ് പോകാമായിരുന്നില്ലേ? എന്തിനാണ് അവർ നിലപാട് മാറ്റി? അവർ ഇപ്പോൾ മതേതരത്വമൊക്കെ അംഗീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് വന്നുവെന്ന് പ്രതിപക്ഷ നേതാവിന് പറയേണ്ട ആവശ്യം? അതങ്ങ് ഒഴിവാക്കി വിട്ടാൽ പോരെ? കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്ന് തീരുമാനിച്ചാൽ പോരെ? കൃത്യമായ രാഷ്ട്രീയം പറയാൻ കഴിയാത്തത് കൊണ്ടാണ്. കാരണം നിങ്ങൾക്കറിയാം, കേന്ദ്രം പണിതുകൊണ്ടിരിക്കുന്ന ദേശീയപാതയുടെ മുകളിൽ റീൽസ് എടുത്തിട്ട് അത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ദേശീയപാത തകർന്നു വീണ ഘട്ടത്തിൽ ആ മുതൽ വരെ കേന്ദ്രത്തിൻ്റെതാണ് എന്ന് മാറ്റി പറഞ്ഞ പാരമ്പര്യമാണ് ഇവർക്കുള്ളത്. ആ പാരമ്പര്യമല്ല ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. ഇവിടുത്തെ റോഡുകളുടെ വിഷയമുണ്ട്. നിലമ്പൂർ കാര്യം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇവിടുത്തെ ബൈപ്പാസിനെ കുറിച്ചാണ്. ഇവിടുത്തെ കോളേജിന് തീർച്ചയായിട്ടും എനിക്ക് അങ്ങയുടെ മറുപടിയിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. വിഷയത്തിൽ മുൻ അമീറിന്റെ വിഷയത്തിൽ ലീഗിന് ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ലീഗ് നേതാക്കൾക്ക് കൃത്യമായ ഒരു അഭിപ്രായം ഇന്നത്തെ സാഹചര്യത്തിൽ പറയാൻ സാധിക്കില്ല. അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവും അത്തരമൊരു നിലപാട് സ്വീകരിച്ചതെന്ന് നമുക്ക് പറയേണ്ടി വരും.